മീങ്ങളേ ഇവിടെ വാ. എന്റെ പാവാട കീറും. കീറിയാലേ നല്ലൊരു പുടവ വാങ്ങിത്തരും. എന്തിനെന്റെ മീനെടുത്ത്? മനസ്സുണ്ടായിട്ട്. അതെവിടെ വയ്ക്ക്? വെച്ചില്ലെങ്കിലോ? ഓർമ്മയില്ലേ? ആ മല്ലി, നമ്മളിങ്ങനെ വഴക്കൂടാൻ തുടങ്ങിയിട്ട് കാലം എത്രേ? ആ എനിക്കറിയില്ല. നിന്നോട് ഒരു ദിവസങ്ങൾ വഴക്കൂടിയില്ലെങ്കിലേ എനിക്ക് ഉറക്കം വരും. എനിക്കും. നിനക്കെന്നെ ഇഷ്ടമാണോ? എനിക്കറിയില്ല. ആ എനിക്കറിയാം, ഇഷ്ടമാണ്. ഓ പിന്നെ ദേ തുടങ്ങണ്ട. ഇതാണ് ഈ ഹംകിന്റെ കഥ. ഓൻ ഇരിക്കുന്ന നോക്കി. ഇതെല്ലാം കേട്ടിട്ട് ഓന്റെ മുഖത്ത് വല്ല മാറ്റമുണ്ടോ? മുഖം എന്താക്കാനാണ്? എടാ കുഞ്ഞാലിയെ, അപ്പൊ നീ ഇങ്ങനെ ആയ കഷ്ടമല്ലടാ. ഓനക്ക് നിങ്ങൾ എന്തെങ്കിലും ബുദ്ധി പറയും കൊല്ലം മൂപ്പരെ. നമ്മൾ ഓനെ കൊണ്ട് വലഞ്ഞ്. എടാ കുഞ്ഞാലിയെ, നീ ഞാൻ പറയുന്നത് കേക്ക്. നിന്നെങ്ങനെ പാടുപെട്ട് നോക്കാൻ നിന്റെ ഉമ്മ എപ്പോഴും ഉണ്ടായെന്ന് വരില്ല. പാത്തുമ്മയ്ക്ക് വയസ്സാവുമ്പോ അവര് മരിക്കും. അങ്ങനെ മരിച്ചു കളിക്കാൻ കുഞ്ഞാലി വിടൂല. നീ വിട്ടില്ലെങ്കിലും വയസ്സാവുമ്പോ പാത്തുമ്മ മരിക്കും. പാത്തുമ്മ മാത്രല്ല, എല്ലാരും. നീ കേട്ടാ? ഇങ്ങനെ പോയാ നീ തനിച്ച് എങ്ങനെ ജീവിക്കൂടാ? കൊല്ലപ്പണിക്കലെന്ന് പറയും. നിങ്ങൾക്ക് നല്ലൊരു പച്ചക്കറി തോട്ടമുണ്ട്. നിസ്സാര വിലയ്ക്കല്ലേ നിങ്ങൾ ഇവിടെ പച്ചക്കറി വിൽക്കുന്നത്? മലമ്പറം ചന്തയെ കൊണ്ടുപോയി വിറ്റ ഇതിന്റെ 2 ഇരട്ടി കാശ് കിട്ടും. എവിടെയാണ് ഈ ചന്ത? ഞാൻ പണ്ട് ജോലി ചെയ്ത സ്ഥലമാ, മലമ്പ്രദേശമാണ്. മല്ലിയുടെ അമ്മയ്ക്ക് ശ്വാസം മുട്ട് ദീനം വന്നപ്പോഴാ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നത്. മാസത്തിൽ 2 ചന്തയുണ്ട്. നല്ല കച്ചവടമാ. തോട്ടത്തിൽ നിന്നെല്ലാം ആളുകൾ വരും. നമ്മളെങ്ങനെയാ അങ്ങോട്ട് പോവുക? ഒരൊറ്റ കീറ് ഞാൻ വെച്ചിരും. എയറോപ്ലെയിന് പോടാ. കാണവണ്ടി ഇല്ലേ നിനക്ക്? കോഴി കൂന്നതിന് മുമ്പേ ഇവിടുന്ന് പുറപ്പെട്ട ചന്ത തുടങ്ങുന്നതിന് മുമ്പേ നിനക്ക് അവിടെ ചെല്ലാം. 2 കൊല്ലം കൊണ്ട് വലിയ പണക്കാരനാവാൻ. കുഞ്ഞാലി കച്ചവടം ചെയ്താൽ ശരിയാവും ഉമ്മ. എന്താ ശരിയാവാത്തെ? ശരിയാവും ശരിയാവും. പച്ചക്കറിയുടെ കൂടെ കുറച്ച് അലൂമിനിയ പാത്രം, തീപ്പെട്ടി, ബീഡി, ഉണക്കമീൻ, പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഒന്നാന്തരം കത്തികളും കൊണ്ടുപോയി അവിടെ വിൽക്കണം. പറയണത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞാലി? മനസ്സിലാവുന്നുണ്ട് ഉമ്മ. കുഞ്ഞാലി വലിയൊരു കച്ചവടക്കാരനാകും. എന്നാ താമസിപ്പിക്കാതെ ഈ ആഴ്ച തന്നെ തുടങ്ങിക്കോ. ആദ്യത്തെ പ്രാവശ്യം ഞാനും കൂടെ വരാം. ചിലരെയൊക്കെ പരിചയപ്പെടുത്തുകയും ചെയ്യാം. എന്റെ പൊന്നു കൊല്ലം മൂപ്പരെ, ഞമ്മക്ക് വേണ്ടി നിങ്ങളത് നമ്മള് വലിയ കച്ചവടക്കാരനാകാൻ പോവാ. ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പോവാ. അതെങ്ങനെയാ കുഞ്ഞാലിക്ക? അത് ചിലപ്പുറം മലമ്പറം ചന്ത. അവിടെ പോയി നീ നേരം കളയാതെ തോട്ടത്തിലേക്ക് ചെല്ല്. സാമാനങ്ങളൊക്കെ ഒരുക്കണ്ടേ? ചെല്ല്. വാടാ പോ. ഈ ചന്തയിൽ പോയിട്ട് വാഴക്കൊലൊക്കെ വെച്ചിട്ട് നമ്മൾ അവിടുന്ന് പിന്നെ കാണട്ടോ. ഉമ്മ ഉമ്മ, കുഞ്ഞാലി ശരിക്കും കാശാനാകും ഉമ്മ. ആമോനെ. അല്ലാ, നോക്കിന്ന് സൂക്ഷിച്ചു പോണട്ടാ. ബസ്കുമ്പോ എന്തെങ്കിലും തിന്നണോ? വേഗം വരണം കേട്ടോ. നമ്മള് വേഗം വരെ പോലെ. ഇങ്ങളില്ലാതെ ഞമ്മക്ക് പുരയിൽ ഒറ്റയ്ക്കിരിക്കാൻ കഴിയൂല. അന്നെ കാണാതെ ഞമ്മക്കും ഒറ്റയ്ക്ക് ഇരിക്കാൻ കഴിയൂല. ഒരു കാര്യം ചെയ്യും, നീയും ചന്തക്ക് പോരും. അന്നോ അവിടെ നിറച്ച ആള് കൂടില്ലേ? ഞമ്മളില്ല. ശരിയാണ് ഈ പറഞ്ഞത്. അന്നെ കണ്ട പഹയന്മാര് പമ്പം കണ്ട പെരിച്ചാൻ്റെ എനിക്ക് ഇങ്ങനെ നോക്കി. അതുകൊണ്ട് ഇജ്ജി വരണ്ട, ഞമ്മള് പോട്ടെ. പോട്ടെ പോട്ടെ. എങ്ങനെയാണ് നമ്മൾ പോയില്ല. എന്റെ മുത്തല്ലേ. നമ്മള് പോട്ടെ.
നമ്മളെ അത്ര കുട്ടിയല്ലേ പോട്ടെ. വേഗം വരണം കേട്ടാ. ഓ വേഗം വരാം. വല്യമ്മ 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 പോട്ടെ. വല്യമ്മ പോട്ടെ. ആ ആ ആ. നല്ല മീനാണ്, തിന്നോളി. വണ്ടി തെളിച്ച് തെളിച്ച് നിങ്ങൾ ക്ഷീണിച്ചു. വല്യമ്മ അനക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇങ്ങനെ നയിക്കുന്നത്. ഇനി ഞമ്മക്ക് വലിയൊരു ബംഗാവ് ഉണ്ടാക്കണം. പിന്നെ അനക്ക് പൊന്നും പണ്ടൊക്കെ വാങ്ങണം. ഇത് കണ്ട എത്രയാണ് നമ്മള് സമ്പാദിച്ചു നോക്കിയതാ. കണ്ട കണ്ട. ഇനി നമ്മളൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് പറയും. എന്താ പറയും. അറിയില്ല. അറിയില്ല. അത്ര അല്ലോ, ഞമ്മളെ കെട്ടിയവനക്ക് ഞമ്മളോട് എന്ത് സ്നേഹ. എന്താടാ എന്താണ് എനക്ക്? കുഞ്ഞാലി കുഞ്ഞാലി ഉമ്മ മതം മാറാൻ പറ്റുമോ? എന്താടാ പറഞ്ഞ? എന്താടാ? ഒന്നുമില്ല. ആരത്? ആഹാ, നിന്റെ പണിയാണല്ലേ. അവിടെ നിക്ക്, അവിടെ നിക്ക്. മല്ലി അവിടെ നില്ല. മല്ലി മല്ലി. ആ അങ്ങനെ അങ്ങ് ഓടിപ്പോയാ. ഇനി എറിയോ കല്ല്? കല്ലെറിയോന്നിനി ഇനി എറിയോ? ഇല്ല. ഇല്ലല്ലോ. ഇല്ല. ആഹാ, അവിടെ നിക്ക്, അവിടെ നിക്ക്. മല്ലി മല്ലി അവിടെ നിക്ക്. മല്ലി മല്ലി അവിടെ നില്ല. മല്ലി